ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക് ലാബ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചാർക്കോൾ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഓവണും ഗ്രില്ലൊന്നും ഇല്ലാതെ പാൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. ഒരു ഗ്രീൻ ചില്ലി മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ ഒരു മാഗി ക്യൂബ് ഇല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല, ഓപ്ഷണലാണ്. പിന്നെ 1/2 കപ്പ് യോഗേർട്ട്, ഒരു ടേബിൾ സ്പൂൺ മന്തിക്കും കപ്സൊക്കെ യൂസ് ചെയ്യുന്ന മസാല. ഞാൻ യോഗേർട്ടാണ് എടുത്തത്, അപ്പോൾ കുറച്ച് പുളി കുറവാണ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മാഗി ക്യൂബ് ഇടുമ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച മിക്സ് വെച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ അത്രക്കും ചിക്കൻ നമുക്കൊന്ന് സോഫ്റ്റായി കിട്ടും. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കന് വെക്കുക. ചിക്കന് ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഫ്ലെയിമിൽ എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. ഈ അടച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് കുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിലത്തൊക്കെ ഒന്ന് വറ്റി അടി ഒന്ന് ഗ്രില്ലായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് 2 സൈഡും ഗ്രില്ലാക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മൾ കണൽ ഉപയോഗിച്ചിട്ട് സ്മോക്ക് ചെയ്താൽ മതി. അപ്പോഴാണ് ആ കറക്റ്റ് നമ്മൾ ആ ഗ്രില്ല് ചെയ്ത ഒരു ടേസ്റ്റ്, ചാർക്കോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.